വിവാഹത്തിന് ശേഷം ഇവരുടെ വീട്ടുകാർ, അതായത് അയാളുടെ ഉമ്മ, 2 പെങ്ങന്മാരെ ഭർത്താവ് എന്നെ ഇട്ടിട്ട് സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ തുടങ്ങി. എന്റെ അടുത്ത് ഇനി കൊടുക്കാനില്ല, എല്ലാം ഞാൻ കൊടുത്തു. 37 പവൻ 3 ലക്ഷം രൂപയൊക്കെ ഞാൻ കൊടുത്തു. ഇനി ഒന്നും എന്റെ കയ്യിൽ കൊടുക്കാനില്ല. അയാള് എന്റെ വീട്ടിൽ വന്ന് നിരന്തരം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട സീൻ എന്തായിരുന്നു? കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നാണ്. വയനാട് ബത്തേരിയിലുള്ള ഷഹാന ബാനു എന്ന് പറയുന്ന ഒരു സ്ത്രീയും അവരുടെ 11 വയസ്സുള്ള ഒരു കുട്ടിയും കൂടെ അവരുടെ പത്രഗൃഹത്തിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്ന സീനാണ് കണ്ടത്. ഇതെന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ആ കുട്ടി പറഞ്ഞല്ലോ. 10-35 പവനും ഒക്കെ കൊടുത്ത് സ്ത്രീധനമൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ഉള്ളതെല്ലാം കൊടുത്തു, എന്നിട്ടും പോരാന്നൊക്കെ പറഞ്ഞ് ശല്യം ചെയ്യുന്നു. അത് കാരണം ആ കുട്ടിയുടെ വീട്ടിൽ പോയി നിൽക്കുന്നു. അവിടുന്ന് വീട്ടിൽ പോയി നിന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കുന്നു. മതപരമായിട്ട് മറ്റൊരു കല്യാണം കൂടെ കഴിക്കുന്നത് കുഴപ്പമില്ല എങ്കിലും നിയമപരമായിട്ട് ഭാര്യ നിലനിൽക്കുമ്പോൾ ഡിവോഴ്സ് ആവാതെ വേറൊരു കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ ഒരു കാരണമുണ്ട്. കാരണം നമ്മൾ ഇന്ന് വരെ കേട്ടിരിക്കുന്ന ഒരു കാര്യമല്ല ഇതിൻ്റെ അകത്ത് ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നത്. അതാണ് എനിക്ക് കേട്ടപ്പോൾ ഒരു അതിശയം തോന്നിയ കാര്യം. എന്താ കാര്യം എന്ന് വെച്ചാൽ അവരുടെ അച്ഛൻ പറയുന്നത്, അതായത് ഭർത്താവിൻ്റെ അച്ഛൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. പ്രശ്നക്കാരിയാണ്, അവൾക്ക് സ്വന്തമായി പറന്ന് നടക്കണം, പുതിയ ഫാഷനിൽ നടക്കണം. അതൊന്നും ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചോളം ആലോചിച്ച് കൊടുക്കാൻ പറ്റില്ല. നല്ല പഠിക്കുന്ന കുട്ടിയാണ്, വീട്ടിലൊക്കെ നല്ല ഉപകാരം ചെയ്യുന്ന കുട്ടിയൊക്കെ തന്നെയാണ്. പക്ഷെ അവൾ ഭർത്താവിനെ അനുസരിക്കില്ല, വീട്ടുകാരെ അനുസരിക്കില്ല. അവൾക്ക് ഓടിപ്പാടി നടക്കണം, അതാണ് അവളെ മെയിൻ ലക്ഷ്യം. ജിമ്മും മറ്റുള്ള പരിപാടികളൊക്കെ ആയിട്ട് അവൾ പുറത്തും ആടിപ്പാടി നടക്കുകയാണ് ചെയ്തത്. അതൊന്നും ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചോളം വെച്ചുറപ്പിക്കാൻ പറ്റുന്നൊരു. ഭർത്താവിന്റെ അച്ഛൻ പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ പെൺകുട്ടിയെ പറ്റി അവർക്ക് വലിയ കംപ്ലൈന്റ് ഒന്നുമില്ല. അവർ പറയുന്നത് എന്താ, പെൺകുട്ടി നല്ല ഉപകാരം ചെയ്യുന്ന പെൺകുട്ടിയാണ്, പിന്നെന്താണ് പഠിപ്പുണ്ട്, വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും, ഒരു കുഴപ്പമില്ല, അങ്ങനെ ഒരു കുറ്റവും പറയാനില്ല. അവർ ആവശ്യപ്പെട്ട സ്ത്രീധനം കൊടുത്ത് അവിടെ കഴിയുന്നു. 11 വയസ്സുള്ള ഒരു കുട്ടിയുണ്ടെന്ന് ഓർക്കണം. പിന്നെ എന്താണ് കുറ്റം? പാഷനാണ്, മോഡേൺ ആണ്, ജിമ്മിൽ പോവും, പാറിപ്പറന്ന് നടക്കും, ഇതൊക്കെയാണ് കുറ്റം. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി ആ കുട്ടി സ്വതന്ത്ര ചിന്താഗതി കുറച്ചുള്ള ഒരു കുട്ടിയാണ്. രണ്ടാമത് ജിമ്മിൽ പോകുക എന്ന് പറഞ്ഞാൽ ആരോഗ്യം നോക്കാനാണ്. അത് അത്ര വലിയ കുറ്റം ഇന്നത്തെ കാലത്തല്ല. കുറേ വർഷങ്ങൾ പുറകോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ വേണമെങ്കിൽ പെണ്ണുങ്ങളൊക്കെ ജിമ്മിൽ പോകുമോ എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കുക. ഇത് അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ സ്ത്രീകൾക്കായിട്ടുള്ള ജിമ്മുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് ജിമ്മിൽ പോകുന്നുണ്ട്. ജിമ്മിൽ പോകുക എന്നൊക്കെ ഉള്ളതല്ല. പിന്നെ നല്ല പഠിപ്പും വിവരമുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അത് പഠിച്ച് വന്ന സിറ്റുവേഷനും കൂടെ കണക്കിലാക്കുമ്പോൾ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി കുറച്ചത് മോഡേൺ ആയി പോകുന്ന അത്രമേലൊരു കുറ്റമായിട്ട് കണക്കാക്കാൻ ഇന്നത്തെ കാലത്ത് നമുക്ക് പറ്റത്തില്ല എന്ത് വന്നാലും. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ അല്ലേ, മുസ്ലിം സ്ത്രീകൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പാടില്ലെന്ന് പറഞ്ഞൊരു ഇത് പറയുന്നില്ല. അതുപോലെ തോന്നി ഇപ്പോഴും മതത്തിൻ്റെതായ കുറേ കെട്ടുപാടുകളിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ നിന്ന് ഞാൻ ഒരു കമൻറ്റ് കണ്ടു, ഇവള് ബിഗ് ബോസിൽ പോയ ജാസ്മിനെ അനുകരിക്കാൻ നോക്കുന്നതാണ്. അങ്ങനെ കണ്ടു. അപ്പം ആൾക്കാരുടെ ഉള്ളിലിരിക്കുന്ന കണ്ടോ, ഒരു അല്പം സ്വതന്ത്ര ചിന്താഗതി കാണിച്ചപ്പോഴേ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഇട്ടേച്ച് പോകുന്നെന്നുള്ള രീതിയാണ്. ആ കുട്ടിക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത അവസ്ഥയാണ് അവർക്ക്. കാരണം ആ കുട്ടി പോകാൻ നോക്കുന്ന പോലെ അവർ രണ്ടാമത് കൊണ്ട് കല്യാണം കഴിച്ചു. ഈ കേസിൽ പോലീസ് 10 വീട്ടുകാരൊപ്പമാണ് നിന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ വീട്ടിൽ കിടന്ന് ഈ ബഹളം വെച്ചതിന് ശേഷം ഇവരാരോ മർദ്ദിച്ചെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പം എന്താണെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഇവര് 2 കൾച്ചർ, അതായത് ആ കുട്ടിക്ക് വിദ്യാഭ്യാസം നേടി കോളേജിലൊക്കെ പോയപ്പം അതനുസരിച്ച് അത് മോഡേണായി. ഭർത്താവിൻ്റെ വീട്ടുകാർ പഴയ ചിന്താഗതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്കാർ. അപ്പോൾ ഒന്നെങ്കിൽ കൂട്ടരിൽ ആരേലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യണം. ആരാണ്? ഒന്നെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും. ഈ കുട്ടി മോഡേണാണ്, വീട്ടുകാരെയൊക്കെ ചെയ്യുന്നുണ്ട്, ജോലിക്കും വേണേൽ പോകും, കുടുംബവും നോക്കും, ഭർത്താവിനെ സ്നേഹിക്കും, ഭർത്താവിൻ്റെ വീട്ടുകാരെ സ്നേഹിക്കും എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ രീതിക്ക് അതിന് അല്പമൊക്കെ സ്വാതന്ത്ര്യം കൊടുത്ത് വിടുക. ഇനി വീട്ടിൽ കുടുംബമാണ് വലുത്, അല്ലെ കുട്ടികളെയും ഭർത്താവും ഒക്കെയാണ് വലുത്, എനിക്ക് അതാണ് വലുത് എന്ന് ആ കുട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജിമ്മോ ഫാഷനായിട്ട് നടക്കുമൊന്നും വേണ്ട, അവരുടെ ഇഷ്ടത്തിനായിട്ട് അങ്ങനെ ജീവിച്ച് ജന്മം തീർക്കുന്ന ആൾക്കാരും ഉണ്ട്. കാരണം അവനവൻ്റെ ഇഷ്ടമൊന്നും നോക്കാതെ മറ്റുള്ളവരാ. പക്ഷെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ അങ്ങനെ തന്നെ ഇനിയുള്ള കാലം നിൽക്കില്ല. പെൺകുട്ടികളുടെ കാര്യം തുറന്നു പറയുന്നിടത്ത് എത്തി ഇപ്പം കാലം. അപ്പം അടിച്ചമർത്തി പെൺകുട്ടികളെ വെക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴും ഈ ബന്ധം ഇങ്ങനെ ആയി തീർന്നപ്പോഴും എനിക്ക് പറയാൻ തോന്നിയ കാര്യം, കാലം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ, വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നതിന് തൊട്ടു മുന്നേ
പുരുഷനും സ്ത്രീയും തുറന്ന് സംസാരിക്കുക. ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് ഞാനും പറയാം, പുരുഷൻ ഇങ്ങനെയൊക്കെയാണെന്ന് പുരുഷനും പറയും. അപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെയാണ്, ഈ പെൺകുട്ടിയെ പോലെയാണ് ഒരു സ്ത്രീ, അതായത് മോഡേൺ ആയിട്ട് നടക്കണം, ഫാഷനാണ്, കുറച്ച് ഇങ്ങനെയുള്ള മോഡേൺ ചിന്താഗതിയൊക്കെ ഉണ്ട്, ജിമ്മിലൊക്കെ പോകണം, ശരീരം നോക്കണം, അല്ലെ അങ്ങനെ ജോലിക്ക് പോകണം, കുടുംബം നോക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു പെണ്ണ് കാണാൻ വരുമ്പോൾ തന്നെ ഈ പെൺകുട്ടി അത് പറയുമ്പോൾ അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരെന്ത് ചെയ്യണം, നമ്മൾ തമ്മിൽ യോജിക്കില്ല എന്ന് പറഞ്ഞു വിടാം, മാറ്റിപ്പോകാം. ഇവരെ യോജിക്കുന്ന അതേ ചിന്താഗതിയുള്ള പുരോഗമന ചിന്താഗതിയുള്ള ആൺകുട്ടികൾ വരുമല്ലോ, അവരെ കല്യാണം കഴിക്കാം. ഇത് രണ്ട് വ്യത്യസ്തമായ കൾച്ചർ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോയിട്ട് യോജിക്കാൻ പറ്റാതെ അവിടെ കിടന്ന് ഈ 11 വർഷം അടി ഉണ്ടാക്കിയിട്ട് വേർപിരിഞ്ഞു പോരുകയും ഇവരുടെ അനുവാദമില്ലാതെ മറ്റൊരു പെൺകുട്ടിയെ അവർ കല്യാണം കഴിക്കുക. ഒരുപക്ഷെ ആ കല്യാണം കഴിച്ച പെൺകുട്ടി അവരുടെ ഇഷ്ടത്തിന് നിൽക്കുന്നുണ്ടാവാം. ഈ പറയുന്ന വിദ്യാഭ്യാസം ഒന്നും നേടിയിട്ടില്ലെങ്കിൽ ഈ വീട്ടുകളിൽ ഒതുങ്ങി കൂടും സ്ത്രീകൾ. അങ്ങനെയാണ് പണ്ട് കാലം തൊട്ടേ അങ്ങനെയല്ലേ. വിദ്യാഭ്യാസമൊക്കെ നേടിക്കഴിയുമ്പോൾ, അറിവ് കൂടുതൽ നേടിക്കഴിയുമ്പോൾ സ്വന്തം കാലം നിൽക്കണമെന്ന് തോന്നും, പല പല ആഗ്രഹങ്ങളുണ്ടാകും എന്ന് കരുതി അത് തോന്നിയാസമൊന്നുമല്ല. ഇന്നത്തെ സ്ത്രീകളെല്ലാം വീട്ടിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്നവരല്ലേ. അപ്പം അതൊന്നും മോശമാണെന്നൊന്നും ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല. കുറേ വർഷങ്ങൾക്ക് മുന്നേ ആണേ പറയായിരുന്നു, ഇവിടെ ആരും പഠിക്കാൻ പാടില്ല, ഇവിടെ ആരും ജോലിക്ക് പോകാൻ പാടില്ല, നിങ്ങൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ജീവിക്കേണ്ട. പക്ഷേ ഇന്ന് രണ്ടറ്റം കൂട്ടുമുട്ടനെ വീട്ടിൽ 2 കൂട്ടർക്കും ജോലി വേണം. അതാണ് സാധാരണയുള്ള ഫാമിലിയുടെയൊക്കെ ഇത്. അപ്പം ഇനിയുള്ള കാലം ഇതേപോലുള്ള ഡിവോഴ്സും ഇതേപോലുള്ള സംഭവങ്ങളും നടക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഇനിയുള്ള കാലം എല്ലാവരും പെണ്ണ് കാണാനും ഒക്കെ വരുമ്പം ഞാൻ ഇങ്ങനെയാണെന്ന് 2 കൂട്ടരും പറയുക, ചർച്ച ചെയ്തതിന് ശേഷം പറ്റുമെന്നുണ്ടെങ്കിലേ കല്യാണം കഴിക്കാവുള്ളൂ. അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കൈകാലിട്ടടിച്ച് ഇടയ്ക്കുണ്ടായ ആ കുട്ടി എന്ത് കഴിച്ചു, അതിൻ്റെ ലൈഫ് നശിപ്പിച്ച് ഇങ്ങനെ അവിടെയല്ല ഇവിടെ അല്ലാതെ കിടന്ന് സോഷ്യൽ മീഡിയയിലും വന്ന് ഇങ്ങനെയൊക്കെ ആകുന്നതിൽ എന്ത് കാര്യം? അപ്പം ഈ കുട്ടിയെ കണ്ടപ്പോൾ കമൻറ്റിലുണ്ട്, അവളെ കണ്ടാൽ അറിയാം മോഡേൺ ആണ്, അവളങ്ങനെ പാറി പറന്ന് നടക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ. അപ്പം ആ ഭർത്താവിൻ്റെ അച്ഛൻ ഒരു മോശവും പറഞ്ഞില്ല എന്ന് ഓർക്കണം. അങ്ങേര് പറയുന്നത് എന്താണ്, അവൾ നല്ല കുട്ടിയാണ്, ഉപകാരം ചെയ്യുന്ന കുട്ടിയാണ്, വീട്ടുകാര്യങ്ങളെല്ലാം നോക്കും, അങ്ങേർക്ക് ഒരു കുറ്റമില്ല പറയാം. ഭാഷനാണ്, ജിമ്മിൽ പോവും, ഇതാണ് കുറ്റമുള്ളത്. ഇതൊരു കുറ്റമാണോ? എനിക്ക് തോന്നുന്നില്ല അതൊരു കുറ്റമാണെന്ന്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.